ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിൽ ട്രാൻസ്പോർട്ടേഷൻ എന്ന പോർഷനാണ് നോക്കുന്നത്. ഇന്ത്യയുടെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റങ്ങൾ ഏതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഹിസ്റ്ററി, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. ഫസ്റ്റ്, റോഡ് ട്രാൻസ്പോർട്ട്. റോഡ് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ഈ വലിയ കൺട്രിയുടെ റൂറൽ ഏരിയാസും അർബൻ ഏരിയാസിനെയും ലിങ്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വഴിയാണ് റോഡ് ട്രാൻസ്പോർട്ട്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ലാർജസ്റ്റ് റോഡ് നെറ്റ്വർക്കാണ് ഇന്ത്യയിലുള്ളത്. 64 ലക്ഷം കിലോമീറ്ററാണ് ഇന്ത്യയുടെ റോഡ് ട്രാൻസ്പോർട്ട് വരുന്നത്, അല്ലെങ്കിൽ റോഡ് വരുന്നത്. നമ്മുടെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടും മെയിൻ്റനൻസിന് വേണ്ടിയിട്ടും എളുപ്പത്തിന് വേണ്ടി റോഡിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നാഷണൽ ഹൈവേ, സ്റ്റേറ്റ് ഹൈവേ, ഡിസ്ട്രിക്ട് റോഡ്, റൂറൽ റോഡ് എന്നിവയാണ് ക്ലാസിഫിക്കേഷൻ. അതിൽ ഫസ്റ്റ് നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ സ്റ്റേറ്റ് ക്യാപിറ്റൽസിനെയും മേജർ സിറ്റീസിനെയും പോർട്സിനെയും ഒക്കെ കൂടി കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് നാഷണൽ ഹൈവേസ്. നമ്മുടെ യൂണിയൻ മിനിസ്ട്രി, അതായത് സെൻട്രൽ മിനിസ്റ്റേഴ്സാണ് റോഡിൻ്റെ ഇങ്ങനെ നാഷണൽ ഹൈവേയുടെ കൺസ്ട്രക്ഷനും മാനേജ്മെൻറ്റിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. നെക്സ്റ്റ് 44% വരുന്ന സ്റ്റേറ്റ് ഹൈവേ. സ്റ്റേറ്റ് ഹൈവേസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ക്യാപിറ്റലിനെയും ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സിനെയും കണക്ട് ചെയ്യുന്ന മേജർ റോഡ്സാണ് സ്റ്റേറ്റ് ഹൈവേസ് അഥവാ SH. സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസിനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. നെക്സ്റ്റ്, ഡിസ്ട്രിക്ട് റോഡ്. 14% ആണ് ഡിസ്ട്രിക്ട് റോഡ്സ് വരുന്നത്. ഡിസ്ട്രിക്ട് റോഡ്സ് ആർ ദ റോഡ്സ് ദാറ്റ് ലിങ്കിങ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വിത്ത് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് വിതിൻ ദ ഡിസ്ട്രിക്ട്. അതായത് ഒരു ജില്ലയുടെ പ്രധാന സ്ഥലങ്ങളെ അതിൻ്റെ തലസ്ഥാനത്തിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് വരുന്നതാണ് ഡിസ്ട്രിക്ട് റോഡ്സ് വരുന്നത്. ഇതിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും ഡിസ്ട്രിക്ട് പഞ്ചായത്തുകളുടെ റെസ്പോൺസിബിലിറ്റിയിലാണ് വരുന്നത്. നെക്സ്റ്റ്, വില്ലേജ് റോഡ്സ്. 80% വരുന്നതും വില്ലേജ് റോഡ്സാണ്. അതായത് ഗ്രാമങ്ങളുടെ ഉള്ളിൽ കൂടെയുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് വില്ലേജ് റോഡ്സ്. 80% ഓഫ് ദ റോഡ്സും വില്ലേജ് റോഡ്സാണ്. അതിൻ്റെ കൺസ്ട്രക്ഷനും മെയിൻ്റനൻസും ഒക്കെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി 20-year റോഡ് പ്ലാൻസ് ആണ് നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് പറയുന്നത്. 20-year റോഡ് പ്ലാൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ഇന്ത്യയിലെ റോഡ് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ആയത്. അതിൽ ഫസ്റ്റ് 20-year റോഡ് പ്ലാൻ വരുന്നത് നാഗ്പൂർ റോഡ് പ്ലാൻ എന്ന പേരിലാണ്. 1943 തൊട്ട് 1963 വരെയായിരുന്നു നാഗ്പൂർ റോഡ് പ്ലാനിൻ്റെ കാലഘട്ടം വരുന്നത്. അതിൽ നമ്മുടെ എയിം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് റോഡ് ഡെൻസിറ്റി 100 സ്ക്വയർ കിലോമീറ്ററിന് 16 കിലോമീറ്റർ റോഡ് വേണം എന്നുള്ളതായിരുന്നു. നെക്സ്റ്റ് വരുന്നത് സെക്കൻഡ് 20-year റോഡ് പ്ലാൻ ആണ്. അതിനെ നമ്മൾ ബോംബെ റോഡ് പ്ലാൻ എന്നാണ് അറിയപ്പെടുന്നത്. 1961 മുതൽ 1981 വരെയാണ് വരുന്നത്. റോഡ് ഡെൻസിറ്റി പറയുന്നത് 100 സ്ക്വയർ കിലോമീറ്ററിന് 32 കിലോമീറ്റർ വേണമെന്നാണ്. നെക്സ്റ്റ് തേർഡ് റോഡ് പ്ലാനിന് നമ്മൾ ലക്നൗ റോഡ് പ്ലാൻ. ഫസ്റ്റത് നാഗ്പൂർ റോഡ് പ്ലാൻ, സെക്കൻഡ് ബോംബെ റോഡ് പ്ലാൻ, തേർഡ് ലക്നൗ റോഡ് പ്ലാനാണ്. ലക്നൗ റോഡ് പ്ലാനിന് 1981 മുതൽ 2001 വരെയാണ് വരുന്നത്. റോഡ് ഡെൻസിറ്റി 100 സ്ക്വയർ കിലോമീറ്ററിന് 84 കിലോമീറ്റർ റോഡ് വേണമെന്ന്. നാഗ്പൂർ റോഡ് പ്ലാൻ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ബ്രിട്ടീഷ് ഇന്ത്യയായിരുന്നു, നമ്മുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയും പ്രിൻസിലി സ്റ്റേറ്റ്സും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു കോർഡിനേഷൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് നാഗ്പൂർ റോഡ് പ്ലാൻ കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. നെക്സ്റ്റ് പറയുന്നത് NHAI, ദ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയെക്കുറിച്ചാണ്. അവരാണ് നമ്മുടെ നാഷണൽ ഹൈവേസിൻ്റെ ഡെവലപ്മെൻറ്റും മെയിൻ്റനൻസും ഓപ്പറേഷനും ഒക്കെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആൾക്കാർ. അത് റോഡിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്ത ഒരു അപ്പെക്സ് ബോഡിയാണ് NHAI. NHAIനെ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1988 പക്ഷേ അത് ഓപ്പറേഷനിലേക്ക് വന്നത് 1995. നെക്സ്റ്റ്, നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ലെങ്ത്ത് 146,145 കിലോമീറ്റേഴ്സ് ഉണ്ട്. അത് നമ്മുടെ കൺട്രിയെ മുഴുവനായിട്ടും
വരുന്ന രീതിയിലാണ് നാഷണൽ ഹൈവേസ് വരുന്നത്. നാഷണൽ ഹൈവേസിൻ്റെ ഡെവലപ്മെൻറ്റിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് മേജർ ഇനിഷ്യേറ്റീവ്സ് ടു അപ്ഗ്രേഡ് ആൻഡ് സ്ട്രെങ്തൻ ദ നാഷണൽ ഹൈവേസ്. നാഷണൽ ഹൈവേ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിൻ്റെ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ ആയിട്ട് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിനെയാണ് നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ഭാരത് മാല പരിയോജന ഫേസ് 1. പിന്നെ അങ്ങനെ കുറേ സ്കീമുകളും പ്രൊജക്റ്റുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഭാരത് മാല എന്ന് പറഞ്ഞാൽ ഒരു അംബ്രല്ല സ്കീമാണ്. കുറേ കാര്യങ്ങൾ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് റോഡ്സ്, അതായത് കോസ്റ്റൽ ബോർഡർ ഏരിയാസ് ഉണ്ട്, അതായത് തീരപ്രദേശങ്ങളെയും നോൺ മേജർ പോർട്സിനെയും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വരുന്ന സ്റ്റേറ്റ് റോഡ്സിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. ബാക്ക്വേർഡ് ഏരിയാസ്, റിലീജിയസ് ഏരിയാസ്, ടൂറിസ്റ്റ് പ്ലേസുകളെയൊക്കെ കണക്ട് ചെയ്തുകൊണ്ടുള്ള റോഡ് സംവിധാനം. പിന്നെ സേതു ഭാരതം പരിയോജന, അതിൻ്റെ ഭാഗമായിട്ട് 1500 മേജർ ബ്രിഡ്ജുകളും 200 റെയിൽ ഓവർ ബ്രിഡ്ജുകളും റെയിൽ അണ്ടർ ബ്രിഡ്ജുകളും നിർമ്മിക്കുക എന്നുള്ളത്. നാലാമതായിട്ട് ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് കണക്ടിവിറ്റി സ്കീം, അതായത് 9000 കിലോമീറ്റർ പുതിയതായിട്ട് ഡിക്ലെയർ ചെയ്ത നാഷണൽ ഹൈവേസ് കൊണ്ടുവരിക. അതുപോലെ അഞ്ചാമതായിട്ട് നമ്മുടെ എക്കണോമിക് കോറിഡോർസ്, അതായത് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ, നോർത്ത് സൗത്ത് കോറിഡോർ, ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ, ഇതൊക്കെ പല സ്ഥലങ്ങളെയും കണക്ട് ചെയ്തുകൊണ്ട് അവിടേക്ക് എത്തുവാനായിട്ടുള്ള സമയം കുറച്ചുകൊണ്ട് കുറച്ച് റോഡുകൾ നിർമ്മിക്കുക എന്നുള്ളത്. 26,000 കിലോമീറ്റർ ലെങ്ത്തിൽ റോഡ് നിർമ്മിക്കുക എന്നുള്ളതും ഈ ഭാരത് മാല പരിയോജനയിൽ വരുന്നതാണ്. നെക്സ്റ്റ് റിംഗ് റോഡ്സ്, ബൈപ്പാസസ്, എലിവേറ്റഡ് കോറിഡോർസ് ഇതൊക്കെ നിർമ്മിക്കുക എന്നുള്ളത്. ഭാരത് മാല ഫേസ് 1 വരുന്നത് 16 ജൂൺ 2017 തൊട്ടാണ്. അതായത് നമ്മുടെ ട്രാഫിക് ബ്ലോക്കുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. നെക്സ്റ്റ് മൊബൈൽ ആപ്ലിക്കേഷൻസ്. നമ്മുടെ റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്ട്രി കൊണ്ടുവന്നിട്ടുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഫസ്റ്റ് രാജ്മാർഗ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിസൺ സെൻട്രിക് മൊബൈൽ ആപ്ലിക്കേഷനാണ്. അതായത് എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആപ്പാണ് രാജ്മാർഗ് യാത്ര. നെക്സ്റ്റ് NHAI, ഒരു മൊബൈൽ ആപ്പ് കൊണ്ടുവന്നിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ പ്രൊജക്ട്സിൻ്റെ എക്സിക്യൂഷന് വേണ്ടിയിട്ട്. അത് സിറ്റിസൺസിന് വേണ്ടിയിട്ടല്ല, അതിൻ്റെ വർക്കിൻ്റെ ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള NHAI 1 എന്നിട്ടൊരു മൊബൈൽ ആപ്പ്. നെക്സ്റ്റ് ഭൂമി രാശി ആപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടായിരിക്കുമല്ലോ, ആ പേരിൽ തന്നെയുണ്ട്. ഭൂമി രാശി ആപ്പ് എന്ന് പറഞ്ഞാൽ ഭൂമിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ആപ്പാണ്. അതായത് ലാൻഡ് അക്വിസേഷൻ, റോഡിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഭൂമി ഏറ്റെടുക്കാറുണ്ട്. നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ കേൾക്കാറുണ്ട്. അങ്ങനെ ഭൂമി ഏറ്റെടുക്കുന്ന സമയത്ത് ഏതൊക്കെ സർവേ നമ്പേഴ്സാണ്, അതിൻ്റെ ലാൻഡ് പാർട്ടീസ് ആരൊക്കെയാണ്, അതിൻ്റെ കോമ്പൻസേഷൻ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തുകൊണ്ടുള്ള ഒരു ആപ്പാണ് ഭൂമി രാശി ആപ്പ്. നെക്സ്റ്റ് ആപ്പാണ് വാഹൻ ആൻഡ് സാരഥി ആപ്പ്. അത് പലരും കേട്ടിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ലൈസൻസ് എടുക്കുന്ന സമയത്തൊക്കെ ഈ ആപ്പ് വഴിയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അണ്ടർ ദിസ് പ്രൊജക്റ്റ് റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസേഴ്സ്, അതായത് RTO ഒക്കെ ഈ പ്രൊജക്റ്റിൻ്റെ കീഴിലാണ് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കുന്നത്. നമുക്ക് പുതിയ ലൈസൻസ്, നമ്മളിപ്പോൾ പറഞ്ഞു, പുതിയ ലൈസൻസിന് വേണ്ടിയിട്ട്, അതുപോലെ ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റിൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, ഓൺലൈൻ പേയ്മെൻറ്റ്, ലൈസൻസ് ഫീ ഒക്കെ ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്യുന്നതൊക്കെ ഈ ആപ്പ് വഴിയാണ്. വെഹിക്കിൾ രജിസ്ട്രേഷൻ നടത്തുന്നതും അതിൻ്റെ പേയ്മെൻറ്റ് നടത്തുന്നതും ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റും ഒക്കെ നടത്തുന്നത് ഈ ആപ്പ് വഴിയാണ്. വെഹിക്കിൾ രജിസ്ട്രേഷന് വേണ്ടിയിട്ടും ഡ്രൈവേഴ്സ് ലൈസൻസിൻ്റെ ആ കാര്യങ്ങളൊക്കെ ഈ ആപ്പ് വഴിയാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതൊക്കെയാണ് ഈ ആപ്പിൻ്റെ സർവീസസ് വരുന്നത്. നെക്സ്റ്റ് ഗ്രീൻ ഹൈവേ പോളിസി. ഇതിൻ്റെ ഈ പോളിസിയുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഹൈവേ കോറിഡോർസ്, ഹൈവേയുടെ സൈഡിൽ വരുന്ന ഭാഗങ്ങളൊക്കെ
ഹരിതവൽക്കരിക്കുക എന്നുള്ളതാണ്. അത് എങ്ങനെയാണ് അവിടെ ആ ഭാഗത്തുള്ള ഫാമേഴ്സിനെ, പ്രൈവറ്റ് സെക്ടറിനെ, NGOസിനെയും ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയൊക്കെ പങ്കാളിത്തത്തോടു കൂടി ഹൈവേ കോറിഡോഴ്സ് ഹരിതവൽക്കരിക്കുക. അതായത് അവിടെ ചെടികൾ കൊണ്ട് നടുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഗ്രീൻ ഹൈവേ പോളിസിയിൽ വരുന്നത്. നെക്സ്റ്റ്, ചാർ ധാം പരിയോജന. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ഫോർ കണക്ടിവിറ്റി ഇംപ്രൂവ്മെൻറ്റ് ഫോർ ചാർ ധാം. 4 ധാമങ്ങൾ ഏതൊക്കെയാണ്? കേദാർനാഥ്, ബദ്രിനാഥ്, യമുനോത്രി, ഗംഗോത്രി. ഉത്തരാഖണ്ഡിലുള്ള 4 ധാമങ്ങളാണ്. അതിനെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു റോഡ് സംവിധാനമാണ് ചാർ ധാം പരിയോജന. നെക്സ്റ്റ്, സേതുഭാരതം. സേതുഭാരതം എന്ന് പറഞ്ഞാൽ 50,000 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ബ്രിഡ്ജസ് നിർമ്മിക്കുന്ന, നാഷണൽ ഹൈവേസിനെ കണക്ട് ചെയ്തുകൊണ്ട് ബ്രിഡ്ജസ് നിർമ്മിക്കുന്ന ഒരു പദ്ധതിയാണ് സേതുഭാരതം. നെക്സ്റ്റ്, നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. 2025 കണക്കെടുപ്പ് പ്രകാരം എത്ര നാഷണൽ ഹൈവേസ് ആണ് ഉള്ളതെന്നാണ് ഇന്ത്യയിൽ. 668 നാഷണൽ ഹൈവേസ് ഉണ്ട്. ടോട്ടൽ ലെങ്ത്ത് 1,46,145 കിലോമീറ്റർ. നാഷണൽ ഹൈവേസ് ഏറ്റവും കൂടുതലുള്ള സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. 102 നാഷണൽ ഹൈവേസ് ആണ് ആ സംസ്ഥാനത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നത്. നാഷണൽ ഹൈവേസ് ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് മേഘാലയ. 5 നാഷണൽ ഹൈവേസ് ആണ് ഉള്ളത്. ലോങ്ങസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് വരുന്ന സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. അതായത് എത്രയും ദൂരം നാഷണൽ ഹൈവേസ് റോഡിൻ്റെ ദൂരമാണ്. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. 18,459.25 കിലോമീറ്റർ ദൂരം നാഷണൽ ഹൈവേസ് മഹാരാഷ്ട്രയിൽ വരുന്നുണ്ട്. നെക്സ്റ്റ്, ഏറ്റവും കുറവ് നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് വരുന്നത് ഗോവയിലാണ്. 299.3 കിലോമീറ്റർ. ഇനി നമ്മൾ യൂണിയൻ ടെറിട്ടറിയുടെ കണക്കെടുക്കുകയാണെങ്കിൽ നാഷണൽ ഹൈവേസ് ഏറ്റവും കൂടുതലുള്ള യൂണിയൻ ടെറിട്ടറിയാണ് ഡൽഹി. 12 നാഷണൽ ഹൈവേസ് ഉണ്ട്. നെക്സ്റ്റ്, ഏറ്റവും കുറവ് നാഷണൽ ഹൈവേസ് വരുന്നത് ചണ്ഡീഗഡ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുമാണ്. യൂണിയൻ ടെറിട്ടറി ഹാവിംഗ് ലോങ്ങസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് വരുന്നത് ജമ്മു ആൻഡ് കാശ്മീരിലാണ്. ലീസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് നാഷണൽ ഹൈവേസ് വരുന്നത് ചണ്ഡീഗഡിലാണ്. 15.28 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ കേരളത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ കേരളത്തിൽ വരുന്ന നാഷണൽ ഹൈവേസ് വരുന്നത് 12 എണ്ണമാണ്. ലെങ്ത്ത് വരുന്നത് 1857.57 കിലോമീറ്ററാണ്. നെക്സ്റ്റ്, നമുക്ക് NH1 ഏതാണെന്ന് നോക്കാം. NH1 ജമ്മു കാശ്മീരിനെ ലഡാക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന നാഷണൽ ഹൈവേ ആണ്. ഓൾഡ് NH1 എന്ന് പറഞ്ഞാൽ ഡൽഹി തൊട്ട് അമൃത്സറിലുള്ള അട്ടാരി എന്ന പ്രദേശം വരെയുള്ളതാണ്. നെക്സ്റ്റ്, NH2 വരുന്നത് ആസാം തൊട്ട് മിസോറാം വരെയാണ്. ഓൾഡ് NH2 വരുന്നത് ഡൽഹി തൊട്ട് കൊൽക്കത്ത വരെയാണ്. NH3 വരുന്നത് പഞ്ചാബ് ടു ലഡാക്കാണ്. ഓൾഡ് NH3 ആണെങ്കിൽ ആഗ്ര ടു മുംബൈ. നെക്സ്റ്റ്, NH4 ആൻഡമാൻ ട്രങ്ക് റോഡാണ്. ലോങ്ങസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ NH44 ആണ്. അത് ശ്രീനഗർ ടു കന്യാകുമാരിയാണ്. അതിൻ്റെ ഓൾഡ് നമ്പർ NH7 ആണ്. ഇപ്പോഴത്തെ നമ്പർ പ്രകാരം അത് NH44 ആണ്. ഈ സ്മോളസ്റ്റ് നാഷണൽ ഹൈവേ ഇൻ ഇന്ത്യ NH548 ആണ്. അത് കാലംബോളി എന്ന പ്രദേശത്തൊട്ട് NH348 മെർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലോങ്ങസ്റ്റ് NH ഇൻ കേരള NH66 ആണ്. കന്യാകുമാരി ടു പൻവേൽ വരുന്നത്. ഇന്ത്യാസ് ഫസ്റ്റ് നാഷണൽ ഹൈവേ സ്റ്റീൽ റോഡ് സെക്ഷൻ വാസ് ഇനാഗ്രേറ്റഡ് ഓൺ NH66 മുംബൈ ഗോവ നാഷണൽ ഹൈവേ. നെക്സ്റ്റ്, ഷോർട്ട് NH ഇൻ കേരള NH966B. ഫസ്റ്റ് ഹൈവേ ആണ്. ഇപ്പം നമ്മൾ ഷോർട്ടസ്റ്റും ലോങ്ങസ്റ്റും ഒക്കെ പറഞ്ഞു. ഇനി ഫസ്റ്റ് ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ഏറ്റവും ആദ്യത്തെ നാഷണൽ ഹൈവേ വരുന്നത് ഗ്രാൻഡ് ട്രങ്ക് റോഡാണ്. ഷെർഷാ സൂരി എന്ന് പറഞ്ഞ ആൾ റോയൽ റോഡുകൾ നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡസ് വാലി തൊട്ട് സോണാർ വാലി വരെ ബംഗാളിലേക്ക് അവരുടെ എംപയർ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. ആ റോഡിനെ നമ്മൾ ഗ്രാൻഡ് ട്രങ്ക് റോഡ് എന്നാണ് വിളിച്ചിരുന്നത്. അത് പഴയ കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിലുള്ളതാണ്. കൽക്കട്ട തൊട്ട് പെഷവാർ വരെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് കൊൽക്കത്ത ടു അമൃത്സർ വരെയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഉള്ളത്.
നെക്സ്റ്റ് പറയാനുള്ളത് റോഡുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഓർഗനൈസേഷനാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. അതായത് നോർത്തേൺ ബോർഡറിലും നോർത്ത് ഈസ്റ്റേൺ ബോർഡറിലുമുള്ള റോഡ്സിൻ്റെ ബിൽഡിംഗ്, ഡെവലപ്മെൻറ്റ്, മെയിൻ്റനൻസ് BRO ബോർഡർ റോഡ് ഓർഗനൈസേഷന് റെസ്പോൺസിബിലിറ്റിയാണ്. 1960 മെയ് 7 ഇങ്ങനൊരു ഓർഗനൈസേഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ലാർജസ്റ്റ് ഹൈവേ പ്രൊജക്റ്റ് ഇന്ത്യയിൽ വരുന്നത് ഭാരത് മാല പരിയോജനയാണ്. 2017 അത് സ്റ്റാർട്ട് ചെയ്തത്. നെക്സ്റ്റ് NHAI നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ കുറച്ച് പ്രൊജക്റ്റുകളൊക്കെ അവരുടെ മേജർ പ്രൊജക്ട്സ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇന്ത്യയുടെ 4 ബിഗ് മേജർ മെട്രോ സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത, ഈ 4 മെട്രോ സിറ്റീസിനെയും കണക്ട് ചെയ്തുകൊണ്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ട്രാഫിക് കോറിഡോറാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. അത് 5846 കിലോമീറ്റർ ലോങ് റോഡാണ്. 6 ലൈൻ റോഡ്സും ഉണ്ട്, 4 ലൈൻ റോഡ്സും ഉണ്ട്. ഇത് നിർമ്മിക്കുന്നത് വഴി ഈ മെഗാ സിറ്റീസിലേക്കുള്ള ട്രാഫിക്കിൻ്റെ, അതായത് ടൈമും ഡിസ്റ്റൻസും ഒക്കെ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് അതുവഴി കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. 1999 ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. നെക്സ്റ്റ് നോർത്ത് സൗത്ത് കോറിഡോറും ഈസ്റ്റ് വെസ്റ്റ് കോറിഡോറും. നോർത്ത് സൗത്ത് കോറിഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജമ്മു ആൻഡ് കാശ്മീരിലെ ശ്രീനഗർ തൊട്ട് തമിഴ്നാട്ടിലെ കന്യാകുമാരിയെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു റോഡാണ്. NH44 ആണത് വരുന്നത്. നെക്സ്റ്റ് ഈസ്റ്റ് വെസ്റ്റ് കോറിഡോർ വരുന്നത് ആസാമിലുള്ള സിൽച്ചർ തൊട്ട് ഗുജറാത്തിലുള്ള പോർബന്തറിനെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ഒരു ഹൈവേ ആണ്. NH27 ആണ്. നെക്സ്റ്റ് എക്സ്പ്രസ് വേസ് എന്ന് പറഞ്ഞാൽ ഹൈവേ ഫെസിലിറ്റീസ് അത് ഹയർ സ്പെസിഫിക്കേഷനിലൂടെ കൊടുക്കുന്ന, അതായത് വളരെയധികം ബെറ്റർ ലെയിൻസ് ആയിരിക്കും, ബെറ്റർ സർഫസ് ആയിരിക്കും, ക്യാരേജ് വേ ഒക്കെ പ്രോപ്പറായിട്ട് ഡിവൈഡ് ചെയ്തതായിരിക്കും, അതിൻ്റെ ക്രോസ് റോഡ്സ്, ഫെൻസിങ് ഒക്കെ പ്രോപ്പർ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള റോഡ്സാണ് എക്സ്പ്രസ് വേസ് വരുന്നത്. അവിടെ ഫാസ്റ്റ് മൂവിങ് വെഹിക്കിൾസിനെ മാത്രമേ പെർമിറ്റ് ചെയ്യുള്ളൂ. അങ്ങനത്തെ ട്രാഫിക് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് എക്സ്പ്രസ് വേസ്. അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയോ ഓണർഷിപ്പിലായിരിക്കും. അതായത് എക്സ്പ്രസ് വേ വരുന്ന നാഷണൽ ഹൈവേയുടെ റൂട്ടിലാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും. സ്റ്റേറ്റ് റോഡിൻ്റെ റൂട്ടിലാണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും. നാഷണൽ എക്സ്പ്രസ് വേ NE1 അത് അഹമ്മദാബാദിനെ വഡോദരയെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന റോഡാണ്. ലോങ്ങസ്റ്റ് എക്സ്പ്രസ് വേ വരുന്നത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. അത് NE4 ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഡൽഹി മുംബൈ എക്സ്പ്രസ് വേയുടെ ഫസ്റ്റ് സ്റ്റേജ് ഉദ്ഘാടനം ചെയ്തത് 2023 ഫെബ്രുവരി 12 അന്ന് അത് 246 കിലോമീറ്ററാണ്. ഏറ്റവും വൈഡസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും വീതി കൂടിയ എക്സ്പ്രസ് വേ വരുന്നത് ഡൽഹി മീററ്റ് എക്സ്പ്രസ് വേ ആണ്. 14 ലൈനാണ് വരുന്നത്. ഫസ്റ്റ് 6 ലൈൻ എക്സ്പ്രസ് വേ വരുന്നത് മുംബൈ പൂനെ എക്സ്പ്രസ് വേ ആണ്. അത് 2002 അത് ഇനാഗ്രേറ്റ് ചെയ്തത്. പിന്നെ എക്സ്പ്രസ് വേനെ ക്രോസ് ചെയ്തുകൊണ്ട് വൈൽഡ് ലൈഫ്, അതായത് മൃഗങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗ്രീൻ ഫ്ലൈ ഓവർ ബിൽഡ് ചെയ്തത് നാഗ്പൂരിലാണ്. നാഷണൽ ഹൈവേ അതോറിറ്റി ഒരു ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട്. അവിടെ നാഷണൽ ഹൈവേസിൽ എന്തെങ്കിലും റോഡ് ആക്സിഡൻറ്റ്സ് വരികയോ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്യാനോ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിലോ വേണ്ടിയിട്ട് ഒരു നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുത്തിട്ടുള്ള ടോൾ ഫ്രീ നമ്പറാണ് 1033. നെക്സ്റ്റ് ബാംഗ്ലൂർ മൈസൂർ എക്സ്പ്രസ് വേ ആണ്. ഹോണറബിൾ പ്രൈം മിനിസ്റ്റർ 118 കിലോമീറ്റർ നീളമുള്ള ബാംഗ്ലൂരു മൈസൂരു എക്സ്പ്രസ് വേ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചത് 2023 മാർച്ച് 12 അതുവഴി ബാംഗ്ലൂരിൽ നിന്ന് മൈസൂരിലേക്കുള്ള യാത്ര സമയം കുറച്ച് 3 മണിക്കൂറിൽ നിന്ന് 75 മിനിറ്റായിട്ട് കുറയ്ക്കാൻ സാധിച്ചു. അതുവഴി അവിടെ ആ ഭാഗത്തുള്ള സോഷ്യോ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കൂട്ടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ ലോങ്ങസ്റ്റ് റോഡ് ടണൽ വരുന്നത് ചെനാനി നാഷ്ട്രി ടണലാണ്. ജമ്മുവിനെ ശ്രീനഗറിനെ കണക്ട് ചെയ്യുന്ന റോഡ് ടണലാണ് ചെനാനി നാഷ്ട്രി ടണൽ.
അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 9.2 കിലോമീറ്ററാണ്. ഇനാഗ്രേറ്റ് ചെയ്തത് 2017 നരേന്ദ്രമോദിയാണ്. ഈ ടണലിനെ ശ്യാമപ്രസാദ് മുഖർജി ടണൽ എന്നും പട്നി ടോപ്പ് ടണൽ എന്നും അറിയപ്പെടുന്നുണ്ട്. NH44 ആണ് ഈ ടണൽ ലൊക്കേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ലോങ്ങസ്റ്റ് റോഡ് ടണൽ വരുന്നത് അടാൽ ടണലാണ്. 9.02 കിലോമീറ്ററാണ്. രോഹ്താങ് ടണൽ എന്നൊരു ഓൾഡ് നെയിം വരുന്നത്. ഇപ്പോൾ അതിൻ്റെ പേര് അടൽ ടണൽ എന്നാണ്. ഇത് രോഹ്താങ് പാസിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2020 ഒക്ടോബർ 3 ഇനാഗ്രേറ്റ് ചെയ്തത്. ഇത് 10,000 ഫീറ്റ് മുകളിൽ വരുന്ന ലോങ്ങസ്റ്റ് ടണലാണ്. വേൾഡിലെ തന്നെ ലോങ്ങസ്റ്റ് ടണലാണ് അടാൽ ടണൽ. അടാൽ ടണൽ കണക്ട് ചെയ്യുന്നത് കുളു മണാലി വാലീസിനെ ഹിമാചൽ പ്രദേശിലുള്ള ലഹൗൾ സ്പിതി വാലിനെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. NH3 ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യത്തെ ടണലായിട്ടുള്ള ചെനാനി നാഷ്രി ടണൽ വരുന്നത് NH44 അടൽ ടണൽ വരുന്നത് NH3. ഇനി വേൾഡിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള 13,000 അടി മുകളിൽ വരുന്ന ബൈ ലെയിൻ ടണലാണ് സേല ടണൽ. സേല ടണൽ കണക്ട് ചെയ്യുന്നത് ആസാമിലുള്ള തെസ്പൂർ എന്ന് പറഞ്ഞ പ്രദേശത്തിൽ നിന്ന് അരുണാചൽ പ്രദേശിലുള്ള തവാങ് എന്ന പ്രദേശത്തിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് വരുന്നത്. ഈ യാത്ര സമയം വളരെയധികം കുറയ്ക്കുന്നുണ്ട് ഈ ടണൽ വഴി. 2024 മാർച്ച് 9 ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. 2 ടണൽസാണുള്ളത്. ഫസ്റ്റ് ടണലിൻ്റെ നീളം 980 മീറ്ററും സെക്കൻഡ് അതൊരു സിംഗിൾ ട്യൂബ് ടണലാണ്. രണ്ടാമത്തത് 1555 മീറ്ററുമാണ്. അതൊരു ട്വിൻ ട്യൂബ് ടണലാണ്. ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് NH13 അത് ബോർഡർ റോഡ് ഓർഗനൈസേഷനാണ് ഈ ടണൽ നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സിൽക്കാര റെസ്ക്യൂ ഓപ്പറേഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തിയത് NH134 ഉത്തരാഖണ്ഡിൽ വരുന്ന സിൽക്കാര ബർക്കോട്ട് ടണൽ എന്ന് പറഞ്ഞ ടണലിൻ്റെ നിർമ്മാണ സമയത്ത് 41 പണിക്കാർ അവിടെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. 28 നവംബർ 2023 16 ദിവസത്തെ ഓപ്പറേഷനായിരുന്നു സിൽക്കാര റെസ്ക്യൂ ഓപ്പറേഷൻ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോണിക് ഡീറ്റെയിൽഡ് ആക്സിഡൻറ്റ് റിപ്പോർട്ട് അല്ലെങ്കിൽ EDAR അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് റോഡ് ആക്സിഡൻറ്റ് ഡാറ്റാബേസ്. അതൊരു സെൻട്രൽ റിപ്പോസിറ്ററി ഈ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും റോഡ് സേഫ്റ്റി പ്രോബ്ലംസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ റിപ്പോർട്ട് ചെയ്യാനും മാനേജ് ചെയ്യാനും ക്ലെയിം പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നെക്സ്റ്റ് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ്റെ നെക്സ്റ്റ് ഒരു മെത്തേഡായിട്ടുള്ള റെയിൽവേ ആണ്. ഇന്ത്യൻ റെയിൽവേ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് പബ്ലിക് സെക്ടറാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് പബ്ലിക് സെക്ടറാണ്. ലോകത്തിലെ തന്നെ 4ാമത്തെ ലാർജസ്റ്റ് റെയിൽ നെറ്റ്വർക്കാണ്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1853 ഏപ്രിൽ 16 34 കിലോമീറ്റർ ലോങ് റെയിലാണ് ബോംബെ തൊട്ട് താനെ വരെയുള്ളത്. അതാണ് ഫസ്റ്റ് ട്രെയിൻ വന്നത്. 1951 ഇന്ത്യൻ റെയിൽവേ നാഷണലൈസ് ചെയ്തു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. ഫസ്റ്റ് റെയിൽ മ്യൂസിയം വരുന്നത് ചാണക്യപുരിയിലാണ്. നെക്സ്റ്റ് ഫസ്റ്റ് റെയിൽവേ ലൈൻ ഇൻ കേരള വരുന്നത് ബേപ്പൂർ തൊട്ട് തിരൂർ വരെ 1861 മാർച്ച് 12 30.5 കിലോമീറ്ററാണ് നീളം. ഫസ്റ്റ് റെയിൽവേ ലൈൻ വരുന്നത് സദേൺ ഇന്ത്യയിൽ വരുന്നത് 1856 ജൂലൈ 1 വ്യാസർപടി തൊട്ട് വലാജ റോഡ് വരെയാണ്. 101.3 കിലോമീറ്ററാണ്. ഇനി ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യലായിട്ടുള്ള സിമ്പൽ പറഞ്ഞാൽ ഒരു എലിഫൻ്റാണ്. അതിൻ്റെ പേര് ഭോലു എന്നാണ്. ഇന്ത്യൻ റെയിൽവേയുടെ ഫാദർ എന്നറിയപ്പെടുന്നത് ലോർഡ് ഡൽഹൌസിയാണ്. നെക്സ്റ്റ് ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യയുടെ ഫസ്റ്റ് റെയിൽവേ മിനിസ്റ്റർ വരുന്നത് ജോൺ മത്തായിയാണ്. ഇന്ത്യയുടെ ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ബോറി ബാന്ദർ റെയിൽവേ സ്റ്റേഷനായിരുന്നു 1853. അതിൻ്റെ പുതിയ പേര് വിക്ടോറിയ ടെർമിനസ് 1888. 1996 മുംബൈ CST ഛത്രപതി ശിവജി ടെർമിനൽ. 2017 മുംബൈ CSMT ഛത്രപതി ശിവജി മഹാരാജ് ടെർമിനസ് എന്നീ പേരുകൾ. ഫസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ സൗത്ത് ഇന്ത്യ റോയാപുരം 1856. ലോങ്ങസ്റ്റ്
ട്രെയിൻ സർവീസ് ഇൻ ഇന്ത്യ വിവേക് എക്സ്പ്രസ് ആണ്. ദിൽബ്രുഗർ തൊട്ട് കന്യാകുമാരി വരെ. വിവേക് എക്സ്പ്രസ് പാസസ് ത്രൂ 9 സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 9 സ്റ്റേറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ് വിവേക് എക്സ്പ്രസ് ഓടുന്നത്. ട്രെയിൻ അതിനേക്കാൾ കൂടുതൽ സ്റ്റേറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് വരുന്ന ട്രെയിനാണ് ജമ്മു താവി നവ്യുഗ് എക്സ്പ്രസ്. 11 സ്റ്റേറ്റുകളെയാണ്. ഏറ്റവും ലോങ്ങസ്റ്റ് ട്രെയിൻ സർവീസ് വരുന്നത് വിവേക് എക്സ്പ്രസ് ആണ്. അത് 9 സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ കൂടുതൽ സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്ന ട്രെയിൻ ഏതാണെന്ന് ചോദിച്ചാൽ ജമ്മു താവി നവ്യുഗ് എക്സ്പ്രസ് ആണ്. 11 സ്റ്റേറ്റുകളെ കണക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് ട്രെയിൻ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ട്രെയിൻ 18 എന്നാണ് അതിനെ ആദ്യം അറിയപ്പെട്ടിരുന്നത്. ഇനാഗ്രേറ്റ് ചെയ്തത് 2019 180 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് വരുന്നത് ഡൽഹി വാരണാസിയിലാണ്. ഇന്ത്യയിൽ വരുന്ന ഫസ്റ്റ് വന്ദേ ഭാരത് എക്സ്പ്രസ് 15ാമത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. അത് ഇനാഗ്രേറ്റ് ചെയ്തത് 2023 ഏപ്രിൽ 25 41 വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി ഇനി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഇന്ത്യയിലെ പല ഡെസ്റ്റിനേഷൻസിനെ കണക്ട് ചെയ്തുകൊണ്ട്. നമ്മളിപ്പോൾ ഫാസ്റ്റസ്റ്റ് ട്രെയിൻ വന്ദേ ഭാരത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ സ്ലോവസ്റ്റ് ട്രെയിൻ നോക്കണ്ടേ? സ്ലോവസ്റ്റ് വരുന്ന ട്രെയിനാണ് നീലഗിരി മൗണ്ടെയിൻ ട്രെയിൻ. അത് മേട്ടുപ്പാളയം ടു ഊട്ടി വരുന്ന ട്രെയിനാണ്. അടുത്തത് മുംബൈ അഹമ്മദാബാദ് ഹൈ സ്പീഡ് റെയിൽ പ്രൊജക്റ്റാണ്. 2015 ഡിസംബറിലാണ് ഇത് സാങ്ഷൻ ആവുന്നത്. ജപ്പാൻ സപ്പോർട്ടോടുകൂടി വരുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ ഒക്ടോബർ 2024 ആകുമ്പോഴത്തേക്കും അതിൻ്റെ 47.17% ഫിസിക്കൽ പ്രോഗ്രസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 1.08 ലക്ഷം കോടി രൂപ കണക്ക് വരുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. നെക്സ്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ്, അതായത് സാധനങ്ങളുടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻസ്, അതിൽ പാസഞ്ചർ ട്രെയിൻസ് ഒന്നും ഇല്ലാതെ വരുന്ന ഒരു പദ്ധതിയാണ് DFC നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. 2024 അതിൻ്റെ 96.4% വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അടുത്തത് സേഫ്റ്റി പ്രയോറിറ്റി. ഇന്ത്യൻ റെയിൽവേ നമ്മുടെ സിഗ്നലിംഗ് സിസ്റ്റത്തിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും അതിനെ എൻഹാൻസ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് ഇൻ്റർലോക്കിംഗ് സിസ്റ്റംസ് ആണ് ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. 227 സ്റ്റേഷൻസും കൂടി അപ്ഗ്രേഡ് ചെയ്ത് മൊത്തത്തിൽ 3576 സ്റ്റേഷൻസിലേക്ക് ഈ സിഗ്നൽ സിസ്റ്റം കറക്റ്റായിട്ട് കൊണ്ടുവരുന്നുണ്ട്. നെക്സ്റ്റ് അതിനൊരു സിസ്റ്റമാണ് ഇൻഡിജിനസ് കവച് ഓട്ടോമേറ്റഡ് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ട്രെയിൻസ് തമ്മിൽ കൂട്ടിയിടിക്കാതെ സ്മൂത്ത് ട്രാവലിംഗ് ആണ്. അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പദ്ധതി പ്രകാരം നമ്മുടെ റെയിൽവേ സ്റ്റേഷൻസ് ഒന്ന് റീഡെവലപ്പ് ചെയ്യുക എന്ന ഉദ്ദേശത്തിൽ കൊണ്ടുവന്നിരിക്കുന്നതാണ്. അത് അഫോർഡബിൾ ഹെൽത്ത് കെയർ 50 പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി കേന്ദ്രാസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് മെഡിസിൻസ് കൊണ്ടുകൊടുക്കുന്ന സ്ഥലങ്ങൾ റെയിൽവേ സ്റ്റേഷൻസിൽ കൊണ്ടുവന്നിട്ടുണ്ട്. 18 പുതിയ ഔട്ട്ലെറ്റ്സ് നവംബർ 2024 ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ചെനാബ് ബ്രിഡ്ജ്. കുറച്ച് ബ്രിഡ്ജുകളെ കുറിച്ചാണ് നോക്കുന്നത്. ചെനാബ് ബ്രിഡ്ജാണ് ലോകത്തിലെ തന്നെ ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് വരുന്നത്. ജമ്മു ആൻഡ് കാശ്മീരിലാണ്. അഞ്ചിഖത്ത് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് കേബിൾ ബ്രിഡ്ജാണ്. ജമ്മു കാശ്മീരിലാണ്. നെക്സ്റ്റ് മൗണ്ടെയിൻ റെയിൽവേസ് ഇൻ ഇന്ത്യ. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ, നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ, കൽക്കത്ത ഷിംല റെയിൽവേ. ഈ മൂന്നെണ്ണമാണ് മൗണ്ടെയിൻ റെയിൽവേസ് ആയിട്ട് നമ്മുടെ യുനെസ്കോയുടെ ഹെറിറ്റേജ് ലിസ്റ്റിൽ വരുന്നത്. ഡാർജിലിംഗ് ഹിമാലയൻ റെയിൽവേ വരുന്നത് വെസ്റ്റ് ബംഗാളിലാണ്. നീലഗിരി മൗണ്ടെയിൻ റെയിൽവേ വരുന്നത് തമിഴ്നാട്ടിലാണ്. കൽക്കത്ത ഷിംല റെയിൽവേ വരുന്നത് ഹിമാചൽ പ്രദേശിലാണ്. ഹെറിറ്റേജ് ലിസ്റ്റിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് മുംബൈ CST. കവച് ഈസ് ആൻ ഓട്ടോമാറ്റഡ് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം ഇൻഡിജിനിയസ്ലി ഡെവലപ്ഡ് ബൈ റെയിൽവേ ത്രൂ ദ റിസർച്ച്. പിന്നെ ഓൾഡസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ വിച്ച് ഈസ് സ്റ്റിൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഓപ്പറേഷനിൽ വരുന്ന റെയിൽവേ എഞ്ചിനാണ് ഫെയറി ക്വീൻ. ഫസ്റ്റ് കോർപ്പറേറ്റ് ട്രെയിൻ ഇൻ ഇന്ത്യ തേജസ് എക്സ്പ്രസ് ആണ് 2019 വന്നത്. ഡൽഹി തൊട്ട് ലക്നൗ വരെയാണ്. പിന്നെ ഓൺലി പ്രൈവറ്റ് റെയിൽവേ ലൈൻ എന്ന് പറഞ്ഞാൽ ശകുന്തള റെയിൽവേ ലൈനാണ് മഹാരാഷ്ട്രയിലുള്ള. ഫസ്റ്റ് പ്രൈവറ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഹബീബ്ഗഞ്ച് റെയിൽവേ സ്റ്റേഷൻ ഭോപ്പാലിൽ. ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ജും റെയിൽവേ സ്റ്റേഷൻ
വെസ്റ്റ് ബംഗാളിൽ. റെയിൽവേ സ്റ്റേഷൻ വിത്ത് ലോങ്ങസ്റ്റ് പ്ലാറ്റ്ഫോം വരുന്നത് ഹബ്ബാലി റെയിൽവേ സ്റ്റേഷൻ കർണാടകയിൽ. ലോങ്ങസ്റ്റ് റെയിൽവേ ടണൽ ഇൻ ഇന്ത്യ ബനിഹാൽ കോസിഗുണ്ട് റെയിൽവേ ടണൽ 11.2 കിലോമീറ്റർ ഉണ്ട്. പീർ പഞ്ചാൽ റെയിൽവേ ടണൽ എന്നും ജമ്മു ആൻഡ് കാശ്മീർ ആ ഭാഗത്ത് കൂടിയാണ് ഇത് വരുന്നത്. ലോങ്ങസ്റ്റ് റോഡ് കം റെയിൽവേ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ ബൂഗിബീൽ റെയിൽവേ ബ്രിഡ്ജാണ്. ബ്രഹ്മപുത്ര റിവറിനും കുറുകെ വരുന്നതാണ്. ആസാമിൽ 4940 കിലോമീറ്ററാണ്. ഹയസ്റ്റ് റെയിൽവേ ബ്രിഡ്ജ് ഇൻ ഇന്ത്യ ചെനാബ് റെയിൽവേ ബ്രിഡ്ജാണ്. ഇനി നമ്മുടെ ട്രാക്കുകളുടെ വിഡ്ത്ത് അനുസരിച്ച് ഇന്ത്യൻ റെയിൽവേ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ബ്രോഡ് ഗേജ് തന്നെയാണ്, 74%. അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 1.676 മീറ്ററാണ്. നെക്സ്റ്റ് മീറ്റർ ഗേജ് 1 മീറ്റർ 21%. റെയിൽവേ ലെങ്ത്ത് മീറ്റർ ഗേജാണ്. നാരോ ഗേജ് എന്ന് പറഞ്ഞാൽ 0.762 മീറ്ററാണ്. അത് 5%മേ ഉള്ളൂ. കൊങ്കൺ റെയിൽവേ 1998 വന്നത്. അത് ഇന്ത്യൻ റെയിൽവേയിലെ ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റാണ്. അതിൻ്റെ ലെങ്ത്ത് വരുന്നത് 760 കിലോമീറ്ററാണ്. മഹാരാഷ്ട്രയിലെ റോഹ തൊട്ട് കർണാടകയിലെ മാംഗ്ലൂർ വരെയാണ്. ഈ ട്രാക്ക് 146 റിവേഴ്സിനെ മുകളിൽ കൂടിയാണ് ഈ ട്രാക്ക് വരുന്നത്. 2000 ബ്രിഡ്ജസും 91 ടണൽസും ഉണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ബേലപ്പൂർ ഭവനാണ്. ഫസ്റ്റ് ചെയർമാൻ അതുപോലെ തന്നെ ആർക്കിടെക്റ്റായിട്ട് വരുന്നത് കൊങ്കൺ റെയിൽവേയുടെ ആർക്കിടെക്റ്റ് ആരാണ്? ഇ ശ്രീധരനാണ്. ഇ ശ്രീധരനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നെക്സ്റ്റ് മെട്രോ റെയിൽ എന്ന് പറഞ്ഞാൽ അർബൻ റെയിൽ ട്രാൻസിറ്റ്. 17 മെട്രോ റെയിൽസ് ഉണ്ട് ഇന്ത്യയിൽ. ഫസ്റ്റ് മെട്രോ റെയിൽ വരുന്നത് കൊൽക്കത്ത മെട്രോ ആണ് 1984. കൊൽക്കത്ത മെട്രോയിനെ നമ്മൾ അണ്ടർ വാട്ടർ മെട്രോ ലൈനാണ് ഇന്ത്യയിലുള്ള ഒരേ ഒരു. ലാർജസ്റ്റ് മെട്രോ നെറ്റ്വർക്ക് വരുന്നത് അതുപോലെ തന്നെ ഫസ്റ്റ് ഗ്രീൻ മെട്രോ എന്നറിയപ്പെടുന്നതും ഡൽഹി മെട്രോ ആണ്. ഫസ്റ്റ് മെട്രോ റെയിൽ ഇൻ സൗത്ത് ഇന്ത്യ ബാംഗ്ലൂരു മെട്രോ ആണ്. കൊച്ചി മെട്രോ, അപ്പോൾ അതൊക്കെ കൊച്ചി മെട്രോ ഇനാഗ്രേറ്റ് ചെയ്തത് ജൂൺ 17, 2017. കൊച്ചി മെട്രോയുടെ ചിഹ്നം വരുന്നത് മിലു എന്ന് പറഞ്ഞ ഒരു ആനയാണ്. കൊച്ചി മെട്രോ ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ്. ഇന്ത്യൻ റെയിൽവേ അവരുടെ അഡ്മിനിസ്ട്രേഷന് വേണ്ടി 19 സോൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സോൺ എന്ന് പറഞ്ഞാൽ സദേൺ റെയിൽവേ സോണാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ചെന്നൈയിലാണ്. റെയിൽവേ സോൺ വിത്ത് മാക്സിമം റൂട്ട് എക്സ്റ്റൻഷൻ വന്നത് നോർത്തേൺ റെയിൽവേ ആണ്. നോർത്തേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്. നെക്സ്റ്റ് ഓരോ റെയിൽവേ സോൺസും അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമാണ്. സെൻട്രൽ റെയിൽവേ വരുന്നതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മുംബൈ, ഈസ്റ്റേൺ റെയിൽവേയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് കൊൽക്കത്ത, ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ഹാജിപൂർ, ഈസ്റ്റ് കോസ്റ്റ് റെയിൽവേയുടെ ഭുവനേശ്വർ, നോർത്തേൺ റെയിൽവേയുടെ ഡൽഹി, നോർത്ത് സെൻട്രൽ റെയിൽവേയുടെ പ്രയാഗ്രാജ്, നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ ഗോരഖ്പൂർ, നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ജയ്പൂർ, നോർത്ത് ഈസ്റ്റ് ഫ്രണ്ടിയർ റെയിൽവേയുടെ ഗുവാഹട്ടി, സദേൺ റെയിൽവേയുടെ ചെന്നൈ, സദേൺ സെൻട്രൽ റെയിൽവേയുടെ സെക്കന്ദരാബാദ്, സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയുടെ കൊൽക്കത്ത, സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ബിലാസ്പൂർ, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ഹുബ്ലി, വെസ്റ്റേൺ റെയിൽവേയുടെ മുംബൈ ചർച്ച് ഗേറ്റ്, വെസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ജബൽപൂർ, സൗത്ത് കോസ്റ്റ് റെയിൽവേയുടെ വിശാഖപട്ടണം, മെട്രോ റെയിൽ കൊൽക്കത്ത, കൊങ്കൺ റെയിൽവേയുടെ ബിലാസ്പൂർ, നവി മുംബൈ. ഇതുപോലത്തെ PSC ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എക്സാം തന്ത്ര നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് നമുക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ എടുത്തു പോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു.